ചോദ്യം: സംഘടന പാടില്ല ഇസ്ലാം മത പ്രബോധന മേഖലകളിൽ, അങ്ങനെയും ആൾക്കാരുണ്ട് ഇന്നത്തെ യുഗത്തിൽ കേരളീയരിൽ. അത് ശരിയാണോ എന്നതാണ്. വാസ്തവത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭരണകൂടം മദീനയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ 13 വർഷം ജീവിച്ച കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ രഹസ്യമായി ഇസ്ലാം മത പ്രബോധനം ആരംഭിച്ചപ്പോൾ തന്നെ പ്രവർത്തിക്കാനാണ് ആരംഭിച്ചത്. നബിയുടെ നേതൃത്വത്തിൽ രഹസ്യമായി ഇസ്ലാം മതത്തിൽ മെമ്പർഷിപ്പ് നേടുന്നവരെയെല്ലാം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരുമിച്ച് കൂട്ടി പ്രവർത്തനം ആരംഭിച്ചു. ഈ മതത്തിന്റെ തുടക്കം അങ്ങനെയാണ്. സംഘടിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ ഈ മതത്തിന്റെ പ്രവർത്തനം എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് പ്രബോധനം നടത്തുന്ന കാലഘട്ടത്തിൽ അബിൽ അർഖമിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്, ഒളിച്ചുകൂടിയത്. നിങ്ങളിപ്പോൾ പഴയ സഫയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ സഫ, പഴയ സഫയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ വലത് ഭാഗത്തായിട്ട് വരും ആ വീട്. ആ സ്ഥലത്തായിരുന്നു അവര് ഒളിച്ചിരുന്നത്. അപ്പോൾ ആ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന വേളയിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയരിമാരെ എന്ന് പറയാം, പ്രവർത്തകരെ അയക്കാറുണ്ട്. എന്തിനാണ്? വിദേശികൾ വരികയാണെങ്കിൽ, നബി അന്വേഷിച്ചിട്ട് വല്ലവരും വരികയാണെങ്കിൽ അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ അബൂദർ ഗിഫാരി വന്ന വാർത്തയും അലി ഇബ്നു അബീ താലിബ് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത വാർത്തയും എല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട, ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ട വാർത്തകളാണ്. ഞാൻ ചോദിക്കുന്നു, 13 വർഷത്തെ നീണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മക്ക ജീവിതത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘടിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ ഇന്നത്തെ യുഗത്തിൽ, ഈ യുഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നബി തന്നെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ടു പോകുന്ന ആടുകളെയാണ് ചെന്നായ പിടികൂടുക. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒറ്റപ്പെട്ടു പോകുന്നവരെ ചെന്നായി പിടികൂടും. അങ്ങനെ മാത്രം പറഞ്ഞു വിട്ടാൽ കേടില്ല. ഒറ്റപ്പെട്ടാൽ നരകത്തിൽ ഒറ്റപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഈ മതം ഒറ്റപ്പെടുന്ന മതമല്ല. ഈ മതത്തിന്റെ തത്വം തന്നെ അള്ളാഹുവിന്റെ കാലിന്റെ പിന്നിൽ നിങ്ങൾ എല്ലാവരും കൂട്ടായി ഒരുമിച്ച് കൂടണമെന്നാണ്, ഒരുമിച്ച് കൂടി പ്രവർത്തിക്കണമെന്നാണ്. അങ്ങനെയാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ കൽപ്പന ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അല്ലാഹു ഏറ്റെടുത്തതുപോലെ റസൂൽ പറയുന്നു, ബുഖാരിയിലും മുസ്ലിമിലുമാണ്, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മതി ളാഹിരീന അലൽ ഹഖി ലാ യദുർറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതി അംറുല്ലാഹ്. ഈ മതത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വിഭാഗം സമൂഹം ഈ മതത്തിൽ അവരെ നിന്ദ്യപ്പെടുത്തുവാനോ അവരെ പരാജയപ്പെടുത്തുവാനോ ലോകത്തൊരു ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുന്നതല്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ സമൂഹമായിട്ട് സംഘടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവര് ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ധവിശ്വാസമുള്ളവരുമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആയത്തിന്റെ വിശദീകരണം എന്നോളം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ പദം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ ഉള്ളടക്കം ബുഖാരിയിലും മുസ്ലിമിലുമാണ്. അപ്പോൾ സംഘടിച്ചിട്ടല്ലാതെ ഈ മതത്തിൽ പ്രബോധനം ചെയ്യുകയാണെങ്കിൽ അത് മഹാബിദ്അത്താണ്, മുൻകറത്തായ ബിദ്അത്താണ്, നിഷേധിക്കപ്പെട്ട വിരോധിക്കപ്പെട്ട ബിദ്അത്താണ് എന്നതാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. എത്ര തന്നെ നല്ല രൂപം അവർ കൈകൊണ്ടാലും, എത്ര തന്നെ മുൽതസിമീങ്ങൾ അല്ലെങ്കിൽ മുസ്തഖീമീങ്ങളായി മാറിയാലും, രാത്രി നമസ്കരിച്ചാലും, പകൽ നോമ്പ് പിടിച്ചാലും, ധർമ്മം ചെയ്താലും, സേവനം ചെയ്താലും, എന്ത് ചെയ്താലും ഈ തത്വം പേറിയും കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ ഈ മതത്തിൽ ബിദ്അത്ത് ചെയ്തവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. അവരെ അങ്ങനെയുള്ളവർ അഥവാ കേരളത്തിലുണ്ടെങ്കിൽ അവരെ അല്ലാഹു സന്മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് നയിക്കട്ടെ. പിന്നെ അവിടെ ചോദ്യം, അവിടെ ചോദ്യം സാങ്കല്പിക ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മേഖലകൾ ഉണ്ടാവുകയാണെങ്കിൽ, അപകട മേഖലകൾ ഉണ്ടാവുകയാണെങ്കിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഉള്ളതാണ്, ഫൈദാ റഅയ്തൽ അംറ ഹകദാ ഫഹ്റുബ് ബിദീനിക ശാസിഅൽ ബുൽദാനി فخيار مال المرء قطعة ماعز ينأى بها في شمخ الأفنان. ഒരു ഹദീസിനെ ഒരു പണ്ഡിതൻ കവിതയാക്കിയതാണ്. എന്താണ് അതിന്റെ അർത്ഥം? പ്രശ്നം വളരെ പ്രയാസമുള്ളതായി മാറി. മുസ്ലിങ്ങൾ തന്നെ കൊല്ലുന്ന രൂപം, അന്തരീക്ഷം, ആരും പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഉപദേശം സ്വീകരിക്കുന്നില്ല, നന്മ
സാധിക്കുന്നില്ല, തിന്മ വിരോധിക്കാൻ സാധിക്കുന്നില്ല. എവിടെയും പോയാൽ വാതിലടക്കപ്പെടുന്നു, എവിടെയും പോയാൽ തടസ്സം ചെയ്യപ്പെടുന്നു, എവിടെയും പോയാൽ അക്രമം, അനീതി. ഏത് രൂപത്തിലും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പൊക്കിപ്പിടിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷമില്ല. അങ്ങനെയുള്ള മഹാ അന്തരീക്ഷത്തിലേക്ക്, മഹാപ്രയാസത്തിലേക്ക് മുസ്ലിങ്ങൾ എത്തുകയാണെങ്കിൽ അവൻ നാടുമായി, അവന്റെ സമ്പത്തുമായി അവൻ കുന്നുകയറട്ടെ, അല്ലെങ്കിൽ തനിച്ച് താമസിക്കട്ടെ എന്നൊരു ശൈലിയുണ്ട്. അങ്ങനെയുള്ള ആ സംഭവം എവിടെയെങ്കിലും സംഭവിച്ചാൽ ചെയ്യേണ്ടതായ ഭാഗമാണ് ഖലീഫത്തുൽ യമാനിയുടെ ഹദീസിൽ വന്നതായ ഭാഗം. അത് പൊതുവിൽ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നടപ്പാക്കേണ്ടതായ ഭാഗമല്ല. അത് യഥാർത്ഥത്തിൽ സഹാബാക്കൾ ചിലർ തന്നെ റസൂലുള്ളാഹി ജീവിച്ച് അല്പകാലം അവർ മരിച്ചു പോയ ശേഷം ചൂടാറുന്നതിന് മുമ്പ് മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായതായ വിപ്ലവം ഉണ്ടായതായ സന്ദർഭത്തിൽ ഈ ഹദീസ്, ഖലീഫത്തുൽ യമാനിയുടെ ഹദീസ് അഥവാ ഒറ്റപ്പെടേണ്ട രംഗം ഉണ്ടായാൽ എന്ത് വേണം എന്ന് ചോദിച്ചതായ വേളയിൽ നിങ്ങളുടെ തടിയെ രക്ഷപ്പെടുത്തുക, നിങ്ങളുടെ ആദർശത്തെ രക്ഷപ്പെടുത്തി നിങ്ങൾ അവിടുന്ന് തടിയച്ചിലാക്കുക എന്ന് പറഞ്ഞതിനെ ഫിറ്റാക്കിയ ഒരു സഹാബാക്കളിൽ നാം കണ്ടു. അതേ സന്ദർഭത്തിൽ സഹാബാക്കളിൽ ബഹുഭൂരിപക്ഷം ഒരു വിഭാഗം ആയിഷയുടെ കൂടെ കൂടി, മറ്റൊരു വിഭാഗം ആരുടെ കൂടെ? അലി ഇബ്നു അബീ താലിബിന്റെ കൂടെ കൂടി. നിങ്ങൾക്കറിയില്ല സംഭവം. അതെന്താ പഠിപ്പിക്കുന്നത്? മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രയാസമുണ്ടായാൽ, ഇജ്തിഹാദിപരമായ ഭിന്നിപ്പുണ്ടായാൽ അവിടെ നാം തനിച്ചു നിൽക്കേണ്ട എന്ന് തന്നെയാണ് അവിടെയും സഹാബാക്കൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം പഠിപ്പിച്ചത് എന്നതുകൂടി മനസ്സിലാക്കുമ്പോൾ ഒറ്റപ്പെടണമെന്ന് പറഞ്ഞത് തന്നെ വളരെ പന്നി മാംസം തിന്നൽ അനുവദനീയമായ കോലം പോലെ മനസ്സിലാക്കിയാൽ മതി. പന്നി മാംസം എവിടെയാണ് തിന്നൽ അനുവദനീയം? വേറെ ഒരു സാധനം ഭൂമിന്റെ മീതെ തിന്നാനില്ലാത്ത ഒരു അന്തരീക്ഷം, അവസാനം മരിച്ചു പോകുമെന്ന് തോന്നാണ്. അപ്പോൾ റബ്ബിന്റെ കൽപ്പന വരികയാണ്, കൂടുതലാവരുത്. ഏതായാലും വിശപ്പുണ്ടല്ലോ, കിട്ടിയല്ലോ, പന്നിയുടെ മാംസാണെങ്കിലും തിന്നാൻ രസമുണ്ട്, തിന്നേക്കാം എന്ന് വെക്കരുത്. നിന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഭാഗം മാത്രം, ശതമാനം മാത്രം, അല്ലാതെ തിന്നാൻ പാടില്ല എന്ന് നമുക്ക് ഖുർആനിലൂടെ കൽപ്പിച്ച ആ ശതമാനം പോലെ വിറ്റാക്കേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞതായ അവസാനം പറഞ്ഞതായ ശൈലി, ഒറ്റപ്പെടേണ്ടതായ ശൈലി. അല്ലാതെ മുസ്ലിങ്ങൾ പ്രബോധന മേഖലകളിൽ പ്രബോധനം ചെയ്യാൻ അർഹപ്പെട്ടവർ രംഗത്തിറങ്ങി പ്രബോധനം ചെയ്യണം എന്ന് മാത്രമല്ല, അവർ ഐക്യത്തോടു കൂടി ഏകീകരിച്ചു പോകണം. പരിപൂർണമായ എല്ലാ നിബന്ധനകളൊത്ത, ഒരു പിഴവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത സംഘടനയെ കിട്ടൂല. അപ്പോൾ എന്താ കാട്ടേണ്ടത്? ഉള്ള സംഘടനകളുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യത്തിലേക്ക് അടുത്തവർ, ഏറ്റവും വീഴ്ചകൾ കുറവുള്ളവര്, ഏറ്റവും സത്യത്തിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും അടുത്തവര്, അതിന്റെ മെയിൻ തത്വമായ ഏകദൈവ വിശ്വാസത്തിനെ ഉറച്ചു തീർത്ത് ആരെയും പേടിക്കാതെ കുസാതെ മടിക്കാതെ പറയുന്നവര് ആരാണെന്ന് നോക്കുക, അവരോട് കൂടിക്കൂടുക. അല്ലാത്ത പക്ഷം അനിസ്ലാമിക ഭരണകൂടങ്ങളുടെ കീഴിൽ ജീവിക്കുന്നതായ ഇന്ത്യക്കാരെ പോലത്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റൂല. അവരുടെ മദ്രസ പൊക്കാൻ പറ്റൂല, അവരുടെ പള്ളികൾ കെട്ടാൻ പറ്റൂല, അവരുടെ യതീംഖാനകൾ നടക്കൂല, അവരുടെ സംഘടിത സമൂഹ ജീവിതം ഇസ്ലാമിക ജീവിതമാക്കി മാറ്റാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായ മുസ്ലിം സമൂഹത്തിന്റെ ഐക്യത്തോടു കൂടി തൗഹീദിന്റെ വിജയ പതാകയെ പറപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കെതിരിൽ അത് പാടില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ മുബ്തദിഅകളാണ്, മുൻകറത്തായ ബിദ്അത്താണ് അവർ ചെയ്യുന്നത്. അവർ ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്, തൗഹീദിലേക്ക്, ഏകദൈവ വിശ്വാസത്തിലേക്ക്, മുസ്ലിങ്ങളുടെ ഐക്യത്തിലേക്ക് അവർ അല്ലാഹു മടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.